ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് ഹമാസ് തന്നെ സ്ഥിരീകരിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉടൻ തന്നെ ചർച്ചകൾ വ്യക്തമായ കരാറിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കരാറിന്റെ കരട് അംഗീകരിച്ചതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തടവിൽ കഴിയുന്ന ഇസ്രായേലുകാരായ ബന്ദികളെ വിട്ടയക്കാനും ഹമാസ് തയ്യാറാവുകയും ചെയ്തു. ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് പ്രധാനമായും ഇരു കക്ഷികളുടെ ഇടയിലും ചർച്ചകൾ നടക്കുന്നത്. വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാർ എത്രയും വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അടുത്തിടെ വെളിപ്പെടുത്തുകയുണ്ടായി. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. വെടിനിർത്തൽ കരാറിൽ വ്യക്തമായ പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്തിമമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇസ്രായേലി ക്യാബിനറ്റ് അംഗീകരിക്കുകയാണെങ്കിൽ വെടിനിർത്തൽ കരാറിന് അന്തിമ ധാരണയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൽസാരി പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ക്രിയാത്മകവും ഫലപ്രദവുമാണെന്നാണ്. പക്ഷേ ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായില്ല. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ചൊവ്വാഴ്ചയോടെ കരാറിന് അന്തിമ രൂപമായേക്കുമെന്നാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ പ്രധാനമായും ഒരുങ്ങുന്നത്. 100-ലേറെ ഇസ്രായേലുകാരായ തടവുകാർ ഇപ്പോഴും ഹമാസിന്റെ പിടിയിൽ ഉൾപ്പെടുന്നുണ്ട്. 6 ആഴ്ച കാലയളവിൽ ഇതിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അതുപോലെ പരിക്കേറ്റവരും എന്നിങ്ങനെ 33 ബന്ദികളെ ആദ്യഘട്ടത്തിൽ ഗാസയിൽ നിന്ന് മോചിപ്പിക്കുന്നതായിരിക്കും. ഇതിന് പകരം ഇസ്രായേലിന്റെ തടവിലുള്ള നൂറുകണക്കിന് പാലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ 42 ദിവസത്തിനിടെ ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറുന്നതാണ്. വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങാൻ പാലസ്തീൻ സേനകൾക്ക് അനുമതി നൽകുന്നതുമായിരിക്കും. കൂടാതെ ഗാസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വളരെയധികം ശക്തമാക്കും. ഗാസയുടെ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇസ്രായേൽ ഹമാസിന് പ്രധാനമായും വിട്ടു നൽകുക. US പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ കരാറിന്റെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങൾ രൂപപ്പെടുത്തിയ കരാർ ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം നിർത്താനും ലക്ഷ്യം വെക്കുന്നതാണ്. ഇസ്രായേലിന് സുരക്ഷ നൽകുകയും ഗുരുതരമായി ദുരിതം അനുഭവിക്കുന്ന പാലസ്തീനികൾക്കുള്ള മനുഷ്യ സഹായം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമെന്ന് ബൈഡൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 33 ബന്ദികളെ മോചിപ്പിക്കുന്നതാണ് കരാറിന്റെ ആദ്യഘട്ടം എന്നതും. യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള 2ാം ഘട്ടത്തിലെത്താനുള്ള ചർച്ചകൾ കരാർ നടപ്പാക്കുന്നതിന്റെ 16ാം ദിവസം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പ്രധാനമായും സൈന്യത്തെ പിൻവലിക്കാനുള്ള കരാർ നിർദ്ദേശം. കൂടാതെ ബന്ദികളെ കൈമാറുന്നതും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടക്കുക. കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇനി വരേണ്ടത് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഔദ്യോഗികമായ പ്രതികരണങ്ങളാണ്.